നല്ലോണം ബ്രേക്ക് എടുത്ത് 14 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. എന്റെ ഏട്ടൻ ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കാൻ ഭയങ്കര പാടാണ്. എടാ ബ്രീത്ത് കൺട്രോൾ ബെസ്റ്റ് ആണ്. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ചേട്ടനിപ്പോ ചൂടായതാ. എടാ ഞാൻ ചൂടായതല്ല. ഇത് ഭയങ്കര പാടാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഇരുന്നാ. എടാ പൊന്നുമാനെ നിന്നോട് എത്ര തവണ പറയണം. എടാ അത് ബേസിക്സ് ആണ്. ഒറ്റക്കിരുന്ന് ചെയ്തിട്ടൊരു സുഖമില്ല. ചേട്ടൻ എന്തോ ടെൻഷൻ ഉള്ള പോലെ. നമുക്ക് പുള്ളിനെയും കൂടി യോഗ ഏൽപ്പിച്ചാലോ? ടെൻഷനാണോ? എന്താ കോപ്പേ? നമുക്ക് യോഗ ചെയ്യാം. എടാ മൂക്കിന്റെ തുമ്പ് തോന്നണോ യോഗയൊക്കെ ഉണ്ടാകുന്നത്? പേടിച്ചാത്ത എന്താ സമയട്ടാ വെറുതെ പുള്ളി. സമയം നീ രാത്രി ഒന്നും വന്നിങ്ങനെ ചെയ്യരുത് കേട്ടോ. മനുഷ്യന്റെ കാര്യമാണെന്ന് പറയാൻ പറ്റും. എടാ നീ നല്ല ടെൻഷനിലാണ്. നമുക്ക് പ്രാണായാമം ചെയ്യാം. നീ ഒന്ന് പോയാൽ അവിടുന്ന്. ഞാൻ അവിടെ ആഡിന്റെ കോൺസെപ്റ്റ് ഇട്ടാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശൂന്യത എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ ശ്രമിക്കണോണ്ട് അവൻ്റെ ഒരു പ്രാണെന്നാണോ യോഗി. ഭാവന ഉണർത്താൻ പറ്റിയൊരു സാധനമുണ്ട്. വേണ്ട, അത് നീ കൊണ്ടുപോയി ചെയ്ത് രക്ഷപ്പെടും. നീ രക്ഷപ്പെടും. പോടാ പോടാ. ഇവന്റെ അല്ല അല്ല ഭാവന വരുന്ന സാധനം വേണമെന്ന് ട്രൈ ചെയ്യുന്നുണ്ടോ? പോയാ എന്നിട്ട് തിരക്കുള്ളൊരു നഗരം, സമയം വൈകുന്നേരം, അസ്തമയ സൂര്യന്റെ പ്രകാശം. ഈ സമയത്ത് ഒരു ഐസ്ക്രീം പാർലറിലേക്ക് ഒരു ഐസ്ക്രീം കഴിക്കാൻ കയറി വരുന്ന ഒരാൾ. എടാ അസ്തമയം എന്ന് പറയുമ്പോൾ സന്ധ്യയല്ലേ? അതെ. ആ നേരത്തെ ആരാടാ ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത്? വല്ല ചായയോ കാപ്പിയോ മേടിച്ച് കുടിക്കാലേ ഉള്ളൂ. ചായയും കാപ്പിയോ? എടോ മനുഷ്യ ഇതൊരു ഐസ്ക്രീമിന്റെ ആഡല്ലേ, അപ്പൊ ചായ കുടിക്കുമോ? സോറി ഞാനത് വിട്ടു. ഈ വരുന്ന ആളിന് എന്ത് പ്രായം വരും? വരുന്ന ആളുടെ പ്രായം ചേട്ടൻ്റെ ഒക്കെ പ്രായം കാണും. അപ്പൊ ഒരു യുവാവ്. അടിപൊളി. നീ ബാക്കി പറ. എന്നിട്ട് ആ യുവാവ് ഐസ്ക്രീം പാർലർ കയറി ഒരു ചായയും വടയും ഓർഡർ ചെയ്യുന്നു. എന്ത് ചായയും വടയല്ല, ഐസ്ക്രീം ഓർഡർ ചെയ്യുന്നു. ഇയാൾ എന്നെയും കൂടെ തിരിക്കും പട്ടാരം. നീ ബാക്കി പറടാ. ആ ഓർഡർ ചെയ്യാൻ വേണ്ടി മെനു കാർഡ് തുറന്നു നോക്കുമ്പോൾ അയാൾ തകർന്നു പോകുന്നു. ആ ഐസ്ക്രീമിനൊക്കെ മുട്ടിഞ്ഞ വിലയാ. പണ്ട് ഞാനിതുപോലെ കോട്ടയത്ത് കഴിക്കാൻ കയറി. എന്റെ പൊന്നു മോനെ ഒന്നും പറയാം. ചേട്ടൻ കോട്ടയത്ത് കഴിക്കാൻ കയറും മാവാട്ടി അതൊക്കെ പിന്നെ പറയാം. ഞാൻ ആദ്യം ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ ഞാൻ എവിടെ പറഞ്ഞു തീർച്ചത്? അതായത് ഓർഡർ ചെയ്യാൻ വേണ്ടി മെനു കാർഡ് തുറക്കുന്ന അയാൾ തകർന്നു പോവാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഈ പാർലറിൽ പണ്ട് വന്നിട്ടുണ്ട്. അയാളുടെ ഓർമ്മയുടെ താളുകൾ മറയുന്നു. അയാൾ ഉപേക്ഷിച്ച് പോയ പഴയ കാമുകിയുടെ കൂടെയാണ് അയാൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളത്. അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ അയാളുടെ മനസ്സിൽ നിറയുന്നു. അന്ന് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഐസ്ക്രീം ഓർഡർ ചെയ്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കുറച്ച് കഴിയുമ്പോൾ അയാൾ കണ്ണീരോടെ ഈ ഓർഡർ ചെയ്ത ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐസ്ക്രീം കഴിച്ചു തീർത്ത് ബില്ല് കൊടുത്ത് ബാലൻസ് പോലും വാങ്ങിക്കാതെ പുള്ളി കരഞ്ഞുകൊണ്ട് ആ കടയിൽ നിന്ന് ഇറങ്ങി പോവാം. അപ്പം നമ്മൾ എഴുതി കാണിക്കും ഡാഷ് ഐസ്ക്രീം, കരളലിയിപ്പിക്കുന്ന ഐസ്ക്രീം. എങ്ങനെയുണ്ട്? അയ്യോ ജോസഫേട്ടാ എന്തിനാ കരയുന്നേ? സംഭവം കൊള്ളൂലേ? സൂപ്പറാടാ സൂപ്പർ. ടച്ച് ചെയ്തു. നിനക്ക് ഞാനിപ്പോ എന്താ തരേണ്ടത്? നീ ഇത് വെച്ചോ. ജോസഫേട്ടൻ്റെ സന്തോഷത്തിന്. അത് ഇതൊന്നും വേണ്ട ചേട്ടാ. ചേട്ടന് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടാ? പിന്നെ കുറേ നേരത്തിന് നീ എന്നെ ഒരുപാട് കാലം പുറകോട്ട് കൊണ്ടുപോയി. പക്ഷേ എന്ത് പക്ഷേ? ഇതൊരു പരസ്യത്തിനൊക്കെ നല്ലത് ഷോർട്ട് ഫിലിം ആക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു ഇത്. തേപ്പ് കഥകൾക്ക് യൂട്യൂബിൽ ഒരുപാട് ലൈക്സ് കിട്ടും. ഷോർട്ട് ഫിലിമാ? ഇയാളെന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇതിന് നീളം കൂടി പോയതാണോ പ്രശ്നം? അതല്ലടാ, ഐസ്ക്രീം കഴിച്ച ഒരാൾ കരഞ്ഞോണ്ട് ഇറങ്ങി പോകുന്നത് കണ്ട കമ്പനിക്കല്ലടാ എൻ്റെ അല്ലേ? എന്നാ പിന്നെ കാമുകി ഇറങ്ങി പോകുന്ന പോലെ ആക്കിയ ആഴ്ചയിൽ ഒരിക്കലും എന്തെങ്കിലും പറഞ്ഞ് എന്നെ കരയിപ്പിച്ചോളൂ. ഹലോ, എന്താ പരിപാടി? എന്ത് പരിപാടി? ഇവിടെ ആപ്പാടെ മൂടൊക്കെ പോയിട്ടിരിക്കുക. എന്താണ് നിന്റെ കോൺസെപ്റ്റ് ആലോചിച്ചിട്ട്? അടിപൊളി. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? നീ ഒരു പണി, നീ കേട്ടോ. അങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാൻ? നീ ഒരു പണിയേ, നമുക്ക് ശിവന്റെ അമ്പലത്തിന്റെ ഗ്രൗണ്ടിൽ കണ്ടാലോ? അവിടെ പിള്ളേരെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. കുറച്ച് കളിച്ചാലോ? ഒന്ന് ഉഷാറാവും. അത് വേണ്ട, എനിക്കൊന്നമാരെ പരിചയമൊന്നുമില്ല, ശരിയാവില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. പീറ്ററിന്റെ വീടിന്റെ അടുത്തൊരു ചെറയില്ലേ, അവിടെ പോയി കുറച്ച് നീന്തിയാലോ? അടിപൊളി. കുളിക്കാൻ പോയിട്ട് കുറെ നാളെ. അയ്യോ, പക്ഷെ ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? മീനാക്ഷി അത് ഇപ്പൊ തന്നെ എന്നെ കിട്ടുന്നില്ല, മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഡയലോഗാണ്. ഞാൻ റൊമാൻറ്റിക് അല്ല പോലും, പിന്നെ എങ്ങനെ മുങ്ങ? അതൊക്കെ നിന്റെ മെടുക്ക് പോലെ. ഞാനിവിടെ പ്രീതി ചേച്ചിയുടെ കഫേ കാണും.
നീ ഇങ്ങോട്ട് വാ, ഇവിടുന്ന് പോവാം. അവന് 2 തോർത്തും 2 അണ്ടർവെയർ എടുത്തു. ആ ചെറ മൂടിയിട്ടുണ്ടാക്കിയത് ഹോസ്പിറ്റലായിരുന്നു, സൂപ്പർ മാർക്കറ്റ്? എന്ത് പറയും? അമ്മേ, ഹലോ. ആ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അതെ, ഒന്നിവിടെ ഇരുന്നേ. എനിക്ക് ഐ ഹാവ് എൻ ഐഡിയ. സ്പോട്ട് ഇംപ്രവൈസേഷൻ വേണ്ട അവി. എടോ, താൻ ആദ്യം ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. നമുക്ക് ആ മിസ്സായി പോയി എന്തോന്ന് തിരിച്ചു പിടിക്കണം, അത്രേ ഉള്ളൂ. എന്തോ ഒന്നല്ല, പിന്നെന്താ? അത് എന്തോ ഒരു എന്തോ ഒരു സംതിങ് സംതിങ് അല്ലേ? അത് റീറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്നാ പറഞ്ഞത്. എന്ത്? ലവ് ലെറ്റർ. കണ്ട, ഇത് പറയുമ്പോ തന്നെ തന്നെ മുതൽ സന്തോഷമില്ലേ? അതാണ് വാട്ട്സ് എ പ്ലാൻ. സംഭവം എന്താന്ന് വെച്ചാല്, നമ്മൾ രണ്ടുപേരും ഇന്ന് ഈവനിങ് വരെ തമ്മിൽ കാണുന്നില്ല. പരസ്പരം കാണാതിരിക്കുമ്പോ നമ്മൾ തമ്മിൽ മിസ് ചെയ്യില്ലേ? അങ്ങനെ മിസ് ചെയ്യുമ്പോ നമുക്കിപ്പോ പരസ്പരം തോന്നുന്ന കാര്യം ഒരു ലെറ്റർ ആയിട്ട് എഴുതണം. എങ്ങനെയുണ്ട്? അപ്പൊ നമുക്ക് മനസ്സിലാവും how much we miss each other. സംഭവിച്ചിട്ട് പൈങ്കിളിയാണ്, പക്ഷെ പ്രണയം എപ്പോഴും പൈങ്കിളിയല്ലേ? പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ രണ്ടുപേരും അല്ലാതെ ബാക്കി 3 ബാധകളും ഇതിനെ കുറിച്ച് അറിയാനേ പാടില്ല. അറിഞ്ഞാൽ തേച്ചൊട്ടിച്ചളെ, പ്രത്യേകിച്ച് DI. ഓക്കേ? പിരിഞ്ഞിരിക്കണ്ടേ? നമുക്ക് വേണ്ടി ഞാൻ ചെയ്യാം. ഓക്കെ, പോട്ടെ. Okay baby. So your time starts now. ഇപ്പളാ ചേട്ടാ എന്നെ കൊണ്ട് പറ്റും തോന്നണല്ലോ. ചെയ്യാൻ നോക്കടാ. ഏത് നേരത്താണോ ഇന്റർവ്യൂവിന് പോവാൻ തോന്നിയത്? സാമേട്ട പ്രീ ചേച്ചി എങ്ങനെ വന്ന് എന്നെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കും. നീ അധികം സംസാരിക്കാണ്ട് പ്രീത്തെടുത്ത് വിട്. പോരട്ടെ. ഇങ്ങനെ പോയ എല്ലാം പോരും. ആ ചെറുക്കനൊന്ന് വെറുതെ വിടറാ. നീ ഇതിലിടപെടണ്ട. ചക്ക, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് കിതക്കാണ്ട് പോയെ. എന്റെ പൊന്നേച്ചി ചേച്ചി വന്ന് നന്നായി, ഇല്ലെങ്കിൽ എന്റെ അച്ഛനമ്മ ഇപ്പൊ അനാഥരായ. നീ പോലെ പോരാട്ടാ, വേഗം പറഞ്ഞേ. ഇപ്പൊ വരും, വെയിറ്റ് ചെയ്തോട്ടാ. ഇല്ലക്കി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്റെ യോഗ ക്ലാസ് മുടക്കാനാ? പിന്നെ നിന്റെ യോഗ ക്ലാസ് പ്രീതി ചേച്ചി ഇവിടെ ഇല്ലാതിരുന്ന നിന്റെ ഭാഗ്യം. ഇല്ലേ കാണായിരുന്നു. വാ, അതുപോട്ടെ. എന്താ നിന്റെ പരിപാടി? എടാ, കുറച്ച് ദിവസമായിട്ട് ഭയങ്കര നടുവേദന. എനിക്ക് അശോക് നഗറില്ലേ, അവിടെ ഒരു സ്പാ മസാജ് സെന്റർ ഉണ്ട്. അവിടെ നിന്ന് പോയാലോന്നുണ്ട് മസാജ് ചെയ്യാൻ. നല്ലതാ, 50% ഓഫ് ഉണ്ട്. ചുമ്മാ അല്ല, 50% ഓഫ് കണ്ടിട്ടാ എന്റെ ചാട്ടം. ഓഫർ മാത്രം കണ്ടിട്ട് ഇങ്ങനെയൊന്നും പോരുത്. എക്സ്പെർട്സ് ആണോ ചെയ്യുന്നത് നോക്കണം. നടുവിട്ട കാര്യമാണ്. ഒന്നും കുഴപ്പമില്ല, ഞാൻ അന്വേഷിച്ചതാ. അല്ല, നിനക്ക് ബാക്ക് പെയിൻ ആണെന്നല്ലേ പറഞ്ഞേ? യോഗ ബെസ്റ്റാണ്. ഈ മാർജാരാസനം ഇല്ലേ, സൂപ്പറായിരിക്കും. വെറുതെ കാശ് കളയണ്ട. അയ്യോ, എന്റെ നാട്ടു എനിക്ക് നാളെയും വേണ്ടതാ. എന്നാ പിന്നെ എവിടെയെങ്കിലും പോ. അല്ലെങ്കിലേ ഒരു ഐഡിയ ഉണ്ട്, ഇടുക. നീ എനിക്ക് മസാജ് ചെയ്ത് തരുമോ? ഫുൾ ബോഡിയോ? എനിക്ക് മസാജിന് അറിയില്ല. അശീ, ഇത്ര നാളായിട്ട് യോഗ ചെയ്തിട്ട് അശീ മനസ്സിന് കട്ടിയില്ല. നീ തീർന്നടാ, തീർന്ന്. അശീ, ഒരു യോഗക്കാരൻ വന്നിരിക്കുന്നു. ആകാശ നീലിമയിൽ അലയടിച്ചു വരുന്ന ഐസ്ക്രീം തുള്ളികൾ. എന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതെങ്ങനെയാ ആകാശത്ത് ഐസ്ക്രീം തന്നെ? അത് ഞാൻ എങ്ങനെയെങ്കിലും പരിചിച്ചോളാം. എങ്ങനെ വരുത്തുന്ന? അതാ, ആകാശത്ത് ഞാനൊരു ടാങ്ക് നിറച്ച് ഐസ്ക്രീം വെക്കും, എന്നിട്ട് അവിടെ നിന്ന് പമ്പയ്ക്കും. അപ്പൊ ഇങ്ങനെ മഴ പോലെ പെയ്തോളൂ. മഴ പോലെ പെയ്തിട്ട് നിലത്ത് വീണിട്ട് നിറച്ച് ഉറുമ്പരിക്കും അല്ലേ? ചേട്ടാ പൊട്ടങ്ങളോ, അപ്പൊ ഇതൊക്കെ ഒരാളുടെ ഭാവനയല്ലേ? അല്ലാതെ ആരെങ്കിലും ആകാശത്ത് ഐസ്ക്രീം പാർലർ കൊണ്ട് വെക്കുവോ? എന്നാലും ഒരു ലോജിക്ക് വേണ്ടേ? ലോജിക്കാ. എടാ, നീ ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? പഴയ പാട്ടല്ലേ? എങ്ങനെയുണ്ട്? നല്ല പാട്ട്. എന്താ വരി! അതിന്റെ ലോജിക്ക് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടാ, ഇത്രയും ശർക്കരയാണ് നടക്കിരുന്ന ചക്രവർത്തി കുമാരന് വല്ല ഷുഗർ പിടിച്ച് മരിച്ചു പോയില്ലേ? പക്ഷെ ഗംഭീര വരികളല്ലേ, വയലാർ സാർ എഴുതിയാണ്. ഇതിനൊന്നും ലോജിക്ക് നോക്കരുത്. അതിന് വയലാറോടെ കിടക്കണേ, ചേട്ടനോടെ കിടക്കണേ. നീയേ കൂടുതൽ ഡയലോഗ് അടിക്കാതെ പോയി എനിക്കൊരു ചായ എടുത്തോണ്ട് വന്നേ. സോറി, കടം കൊടുക്കരുതെന്നാണ് പ്രിയ ചേച്ചി പറഞ്ഞേക്കുന്നത്. ഓഹോ, എന്നാ നീ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താ. വെള്ളോ? എന്താ വെള്ളത്തിനും കാശുണ്ടോ? അതല്ല, എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്.
എടാ നീ വെള്ളം കൊണ്ടുവന്നിട്ട് പോയി പണിയെടുത്തോളാം. അതെ ചേട്ടന് വെള്ളം കൊണ്ട് തന്നെ ഗ്യാപ്പിൽ ഏതിലും നല്ല ടിപ്പ് തന്നെ കസ്റ്റമർ വരും. അതെനിക്ക് മിസ്സാവൂലേ. പോട്ടേട്ടാ. നീ എനിക്ക് വെള്ളം തരുന്നുണ്ടോ ഇല്ലേ? ചേട്ടനൊന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഫ്രീ ആക്കും. ഒരു ചാടയാണോ? DIG മോനെ അവ ഈ കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ സമയമാണ്. എന്തിനാ ചക്കരെ? നിന്റെ ഐസ്ക്രീമിന്റെ സ്ക്രിപ്റ്റ് എഴുതാൻ. അതൊക്കെ പതുക്കെ മതി. പതുക്കെ നീയല്ലേ പറഞ്ഞ തിരക്കിട്ട് പെട്ടെന്ന്. തൽക്കാലം നീ അതൊക്കെ മാറ്റി വയ്ക്കും. എന്നിട്ട് നീ എനിക്കൊരു ലവ് ലെറ്റർ എഴുതാ. ലവ് ലെറ്ററാ? അതെ. എന്ത്? ആർക്ക്? മുഴുവൻ കുടിച്ചാ? സന്തോഷം. എടാ എത്ര നേരം അവന്റെ ജാട കണ്ടിട്ടാണെന്നറിയോ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയത്? ഈ ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വില നിനക്കൊന്ന് അറിഞ്ഞുകൂടാ? എടാ സാമ നീ ഒന്ന് പോയി. അവനൊന്നാ ടെൻഷനിലാണ്. ഞാൻ പോവാൻ നേരത്തെ വിളിക്കാം. ചെല്ല് ചെല്ല്. സ്ക്രിപ്റ്റ് എഴുതി ഭ്രാന്തായിരുന്നു. ആ ചെല്ല്. എഴുന്നേറ്റ് പോടാ. നിനക്ക് ആ ഒരു ഗ്ലാസ് അല്ല 9 ഗ്ലാസ് വെള്ളം മേടിച്ചു തരും. 9 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഞാൻ മുള്ളിച്ചാവാനാ. പിന്നെ നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് നീ വല്ല ഔദാര്യം ചെയ്യണ്ട. ഈ ആഡിന്റെ അഡ്വാൻസാ. അവിടെ നിൽക്കുന്ന ആ പച്ചത്തണ്ടി അവരെ തൊപ്പിയൂരി അവരുടെ മുഖത്തേക്ക് ക്യാഷ് ബാലൻസ് വലിച്ചിട്ടുള്ളൂ. അവനാണോ? നീ എനിക്കൊരു ലവ് ലെറ്റർ എഴുതാൻ ഞാൻ നിനക്ക് എത്ര രൂപ വേണമെങ്കിലും. എന്താണ് പെട്ടെന്ന് ഈ ലവ് ലെറ്റർ സീൻ? അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് മുങ്ങാൻ വേണ്ടി ഇലയ്ക്ക് മുള്ളിലും കേടില്ലാതെ പെട്ടെന്ന് ഒരു നമ്പർ ഇട്ട് വരാം. ഇപ്പൊ ഒരു രക്ഷയില്ല, നീ എനിക്ക് എഴുതാം. അല്ല അപ്പൊ നിന്റെ ആഡിന്റെ സ്ക്രിപ്റ്റ് എഴുതും. അതും വേണം. അങ്ങനെ രണ്ടെണ്ണം ഒന്നും ഒരുമിച്ച് എഴുതാൻ പറ്റില്ല. നീ ഏതെങ്കിലും ഒരെണ്ണം പറ. എന്നാ പിന്നെ ലവ് ലെറ്റർ. ഓക്കെ ഓക്കെ പെട്ടെന്ന് എഴുതും. എന്നിട്ടോടെ നമുക്ക് ചെറിയ നീന്താൻ പോയി. എവിടെ എഴുത്. ഹലോ, അവൻ്റെ അക്കൗണ്ടിൽ എത്രയുണ്ട്? പുള്ളിയുടെ 1250. 1250? ഇത്രയും പൈസക്ക് അവൻ എന്താ കഴിച്ചത്? ചായ, കോഫി, സ്നാക്സ്. ഇല്ല, കൊടുത്തോണ്ടിരിക്കുക. കൊടുക്കുക. 1250 അല്ലേ? ഫുള്ള് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തോ. മുഴുവൻ പൈസയും കൊടുത്തിട്ടുണ്ട് കേട്ടാ. കൊടുത്തോ? നന്നായി. നീ ഒരു 100 റുപ്പീസ് കൊടുത്തു. അതും പോയി. ഏയ് വെയിറ്റർ ബോയ്, കം ഹിയർ. യെസ് സർ. ഒരു ക്യാഷ് ബാലൻസ് മുഴുവൻ കിട്ടിക്കോളേ. ഓ സർ. ഇത് വെച്ചോളൂ. ടിപ്സ് ആയിട്ട് ഇത് വെച്ചോളൂ. എന്നിട്ട് മുഖത്ത് അഹങ്കാരം ഇല്ലാതെ ഒരു കോഫിയും ഒരു ചിക്കൻ സാൻഡ്വിച്ച് കൊണ്ടുപോവാ. ഓ ഇവന്റെ ഒക്കെ ഒരു ജാട കണ്ടില്ലേ? പിന്നെ നിനക്ക് എന്തായിരുന്നു വേണ്ടത്? ലവ് ലെറ്റർ. അതിപ്പോ ശരിയായി. ശരി, അത് ഓക്കെയാണ്. DIG മോനെ നീ ഒരു സംഭവടാ. അധികം വലിച്ചു നീട്ടി എഴുതിയിട്ടില്ല. വളരെ ക്രിസ്പ് ആയിട്ടുള്ള ലൈൻസ്. ഓഫ്, അതും വേറെ ലെവല്. സാമ ഒന്ന് വായിച്ചു നോക്കടാ. സംഭവമൊന്നുമല്ല. ഓക്കെ. നിനക്കേ അവനോട് ആവശ്യമില്ലാത്ത ഈഗോയാണ്. എനിക്കെന്തിനാണ് ഈഗോ? എടാ ഇതൊക്കെ നിനക്കും പറ്റും. നീ ദിവസവും രാവിലെ എൻ്റെ ഇപ്പോൾ യോഗ ചെയ്താൽ മതി. ശവാസനം ബെസ്റ്റാണ്. നീ പറയുന്ന യോഗാസനം എല്ലാ ദിവസം ചെയ്യാറില്ലേ? എന്നിട്ട് നീ ഇതുവരെ 4 വരി കവിത എഴുതുന്നത് ഞാൻ കണ്ടിട്ടുള്ളല്ലോ. ഒന്നും പറയണ്ട. എടാ ഇതൊക്കെ ഒരു ജന്മവാസനയാണ്. അല്ലാതെ എല്ലാവർക്കും ഒന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. നീ കണ്ടോ, DIG വലിയൊരു റൈറ്ററോ. ഇതാ മോനെ കോൺസെപ്റ്റ്. റെഡിയാക്കാം. ചെറുത് കോൺസെപ്റ്റ്. രണ്ടു ദിവസം ഒരു കോൺസെപ്റ്റ് എഴുതാൻ പറഞ്ഞിട്ട് ഇതുവരെ ഒരു അക്ഷരം പോലും എഴുതിയിട്ടില്ലല്ലോ. എടാ ഞാൻ അവിടെ മര്യാദയ്ക്ക് എഴുതിക്കൊണ്ടിരുന്നല്ലേ. അപ്പോഴാണ് അവൻ്റെ ഒരു ഒടുക്കത്തെ ലെറ്റർ. ഞാൻ ഉച്ചക്കല്ലേ നിന്റെ അടുത്ത് വന്ന്? അത്ര നേരം നീ എന്ത് ചെയ്യണമായിരുന്നു? എന്നിട്ട് കുളിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് അതും നടന്നില്ല. അത് നീ വന്നു കഴിഞ്ഞപ്പോഴേ ആ കുളത്തിൽ ഇപ്പോൾ ഒരു മീൻ വളർത്താണ് ഞാൻ അറിഞ്ഞത്. പിന്നെ മീൻ വളർത്തുന്നത് എന്താ? കുളിക്കാൻ പറ്റില്ല? ആ മീൻ എന്ന് പറഞ്ഞാൽ അയില മത്തി ചൂരക്കാരി കണവളി മീൻ അതൊന്നുമല്ല. പിരാനാണ് പിരാന. നിന്റെ സ്ഥാപന രംഗം വസ്തുക്കളൊക്കെ കൊണ്ടുപോകും. അതെ, ഇന്നലെ നീ ചേളയെന്നാണല്ലോ പറഞ്ഞു. ഇപ്പൊ എങ്ങനെ കൊളോയി പെട്ടെന്ന്? സത്യം പറഞ്ഞത് മൊത്തം നുണയായിരുന്നില്ല.
മൊത്തം നുണയായിരുന്നല്ലേ. എത്ര നേരോടെ നീ കൊണ്ടേ കളഞ്ഞത്? അത് പിന്നെ ഭാവന വരാതെ ബോറടിച്ചെടുത്തപ്പോൾ നീ ഒരു കമ്പനിക്ക് വരാൻ വേണ്ടി ഞാൻ ഭാവന സോറി. അതൊക്കെ ആ chair എടുത്തേ. chair. ഓക്കേ, ഇരി. എന്തു വെച്ചിടി? എന്ത് പറ്റാൻ, ഇവരോട് ഞാൻ പറഞ്ഞതാണ് വെറുതെ ബോഡി മസാജൊന്നും പോട്ടെന്ന്. ബാക്ക് പെയിൻ ആണെങ്കിൽ യോഗ ബെസ്റ്റ് ആയിരുന്നു. അവനോടൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു മീനു. എന്റെ സാമി ഒന്നും മിണ്ടാണ്ടിരുന്ന അവള് പറയട്ടെ, നീ പറ. പറയാനൊന്നുമില്ല, സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ബോഡി മസാജ് ചെയ്യാൻ പോയ സ്ഥലത്തുള്ളവർക്ക് പണി മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല. ആഹാ, എന്നാ പോയി അത് ചോദിച്ചിട്ടുള്ള കാര്യം അങ്ങനെ ഇട്ടാ പറ്റില്ലല്ലോ. വേണ്ട വേണ്ട, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല. അവർ ഓയിൽ മസാജ് ചെയ്യണ സമയത്തെ എന്നോട് 1000 തവണ പറഞ്ഞത് ഇളക്കി കളിക്കല്ലേ എന്ന്. ഞാനാണെങ്കിൽ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി തിരിഞ്ഞതാ. അപ്പൊ ഓയിൽ ബോട്ടിൽ കൈ തട്ടിയിട്ട് താഴെ വീണുപോയി. അപ്പൊ അതിലൊരു ചേച്ചി വന്നപ്പോഴേ കാല് അതിൽ തെന്നിയിട്ട് എന്റെ മേത്തേക്കും വീണു. ആ ചേച്ചിയുടെ തലയൊക്കെ പൊട്ടിട്ട് ചോര വന്നിട്ട് എന്റെ ദൈവമേ. ആ ചേച്ചിയുടെ അപ്പ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഓട്ടോ കയറ്റി വിട്ടത് അവരാ. എന്നാട് വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരക്കുന്ന മേപ്പട്ടേക്ക് വെക്കാൻ വയ്യ. നീ റെസ്റ്റ് എടുത്തോ. നമുക്കേ മാർഗാരാസനം നോക്കിയാലോ. പാവൻ ലക്കി, എന്ത് കഷ്ടല്ലേ. അതെന്തു പറയാനാ? ആ, അതൊക്കെ അവിടെ നിക്കട്ടെ. യോ ടൈം ഇസ് അപ്പ്. സമയം കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. താങ്കളുടെ ഇവിടെ ഞാനും നീയും ഒരിടത്തൊപ്പം ഇരുന്നു സ്നേഹസല്ലാപം നടത്തിയത് എത്രമേൽ നിർവൃതി നൽകിയ അഭി. 2 രൂപങ്ങൾ, 2 ഭാവങ്ങൾ, ഒരാത്മാവ്. ഇതന്നല്ലത്. DIG മോനെ ഒന്നിങ്ങ വന്നേ. യെസ്, ഇതെന്താടാ ഫോട്ടോ സ്റ്റാറ്റോ? അത് ഞാനല്ല, റൂമിയുടെ റൂമി നിങ്ങൾ രണ്ടും ഒരേ മനസ്സല്ലേ, അതുകൊണ്ട് ഒന്നെന്നെ മതി എന്ന് വിചാരിച്ചു. ഒരു മനസ്സല്ലേ? എന്താ മെനു? എന്താ ലവ് ലെറ്ററാ? ഇപ്പൊ തന്നെ ഞാൻ വേറൊരു പണിയിലാണ്. കാശൊന്നും. ഓക്കെ, എത്ര തരും? മതി, അത് മതി. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പ് ചെയ്തരാം. അവിയോടൊന്നും പറയില്ല. ഓക്കെ. സെയിം ബെഞ്ച്. പോട്ടെ. ഫീൽ ഗുഡ്. എന്ത് അവി, ആ നിന്റെ ഐസ്ക്രീം ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണോ? എന്നാ പിന്നെ പോവല്ലേ? പിന്നെ ഫീൽ ദ ഹാപ്പിനെസ് ഇൻ യു. നിങ്ങളിലുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും ശരീരം മുഴുവൻ നിറയട്ടെ.